പ്രധാന വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റം തന്നെയാണ്. പുനഃസംഘടനയും അതുപോലെ തന്നെ നേതൃമാറ്റ ചർച്ചകളും കോൺഗ്രസിൽ സജീവമായിരുന്നു. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയേക്കും. ഏപ്രിലിന് മുൻപ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് സർവേ നടത്തി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, KPCCയുടെ നേതൃയോഗങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളും എല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നേതൃനിരയിലെ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒടുവിൽ ആ നേതൃനിരയിലെ മാറ്റത്തിൽ ഒരു കൂട്ടായ തീരുമാനത്തിലേക്ക് KPCC എത്തി എന്ന് പറയാൻ കഴിയുമോ? അതുല്യ, പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പഠിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനുകോലു ഈ ഹൈക്കമാൻഡിനെ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു നേതൃമാറ്റം വേണമെന്നൊരു ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച 3 മണിയോടെ ഇപ്പോൾ ഡൽഹിയിൽ ഒരു യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും ഹൈക്കമാൻഡും സംസ്ഥാനത്തിലെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MP മാരുമടക്കം മുൻ KPCC അംഗങ്ങളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കും. തുടർന്നായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി നേതൃമാറ്റം വേണമെന്നൊരു കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറിയേക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഒരു KPCC പ്രസിഡന്റായി അടൂർ പ്രകാശിനെയോ അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ MP യെയോ ആ പദവിയിലേക്ക് ഉയർത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രധാനമായും സംസ്ഥാനത്തിലെ 10 DCCമാർക്കെതിരെ ഈ ഒരു മികച്ച മോശ പ്രവർത്തനം കാഴ്ചവെച്ചെന്നൊരു റിപ്പോർട്ടും ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനുകോലു സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായക യോഗം വെള്ളിയാഴ്ച ചേരുന്നത്. ഈ KPCCയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കെ സുധാകരനെ സംബന്ധിച്ചോളം ഈ കോൺഗ്രസിലെ നേതാക്കന്മാർക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അല്ലെങ്കിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ ഒരു സാഹചര്യം ഒതുക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ മുന്നോട്ട് ഇറങ്ങുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച 3:30 ഈ ഡൽഹിയിൽ ഒരു യോഗം ചേർന്നത്. പ്രധാനമായും ഈ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം എന്നതിനോടൊപ്പം ഈ സംസ്ഥാന നേതാക്കന്മാർക്കിടയിലെ ഈ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ കലഹങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് മുന്നിലുള്ള വെല്ലുവിളി. ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം സംസ്ഥാനത്തിന്റെ നേതൃമാറ്റം ഉടൻ ഉണ്ടാകുന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും KPCC അധ്യക്ഷൻ മാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ വാർത്ത വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെയോ അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ MP യെയോ ആ KPCC പദവിയിലേക്ക് ഉയർത്താനുള്ള സാധ്യതയും നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ശശി തരൂർ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. കെ സുധാകരനെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ നേതൃമാറ്റത്തിന് ഒരു മാറ്റം വേണമെന്ന് ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുന്നത്. അതിൽ നിർണായക യോഗം വെള്ളിയാഴ്ച 3:30 ഡൽഹിയിൽ ചേർന്ന ആ യോഗത്തിൽ തീരുമാനമാകും. ഇതിൽ പ്രധാനമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അവലോകനം എന്നതിനോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിലെ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കന്മാർക്കിടയിലെ ഈ അഭിപ്രായ ഭിന്നതകൾ തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയം. തൊട്ടു പിന്നാലെ ഈ ശശി തരൂർ MP യുടെ വിവാദ പരാമർശങ്ങളും അല്ലെങ്കിൽ ആ വിഷയവും ഈ വെള്ളിയാഴ്ച നടക്കുന്ന ആ യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതുപോലെ KPCC അധ്യക്ഷനെ മാറ്റണമെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം നിലപാടെടുത്തിരുന്നു. എന്നാൽ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളിയായി തീരുമെന്നൊരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ആ തീരുമാനം എടുക്കാതിരുന്നത്. എന്നാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും ദിവസങ്ങളുള്ള അല്ലെങ്കിൽ ഇനിയും മാസങ്ങളുള്ള സാഹചര്യത്തിലാണ് ഉടനടി ഇപ്പോൾ KPCC അല്ലെങ്കിൽ നേതൃമാറ്റത്തിനൊരു സാധ്യത തെളിയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ 10 DCCമാരെ മാറ്റമെന്നായിരുന്നു ഈ കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനുകോലു ഈ ഹൈക്കമാൻഡിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള 10 DCCമാരെ ഈ മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നതിൽ ഒരു DCCമാരെ മാറ്റാനുള്ള സാധ്യതയും ഇപ്പോൾ തെളിയുകയാണ്. എന്തായാലും ഏപ്രിലോടെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ ഒഴിഞ്ഞ് മറ്റൊരു അടൂർ പ്രകാശ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ബെന്നി ബെഹനാൻ MP
ഈ പദവിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഒരു പരിഹാരം കാണുക എന്നതിലൊരു തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ വെള്ളിയാഴ്ചയോടെ ഈ ഡൽഹിയിൽ ഈ ഹൈക്കമാൻഡുമായി പ്രധാനമായും പ്രതിപക്ഷ നേതാവും മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MP-മാരും ചേർന്നൊരു യോഗം ചേരുന്നത്. ഇപ്പോൾ 40ഓളം അംഗങ്ങൾ ഈ യോഗത്തിൽ ചേരും. എന്തായാലും സംസ്ഥാനത്തെ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത തന്നെയാണ് ഈ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിലോടെ ഒരു അടുത്ത അധ്യക്ഷ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഉടനടി തീരുമാനിക്കുന്ന നിലവിൽ പുറത്തുവരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള അവലോകന യോഗം എന്നതിനോടൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുക എന്നതാണ് ഹൈക്കമാൻഡിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വെള്ളിയാഴ്ച 3:30 ചേർന്ന യോഗത്തിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്നത്. രാജേഷ്, ഈ കേരളത്തിലെ KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പൊരുത്തമില്ലായ്മയെക്കുറിച്ച് കനകോല് തന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സംഘടനയ്ക്ക് ഏറ്റവും അധികം ദോഷം ചെയ്യാൻ പോകുന്നത് നേതാക്കളുടെ ഈ പൊരുത്തമില്ലായ്മയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് അദ്ദേഹം ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ശശി തരൂരിന്റെ വ്യവസായ ലേഖനവുമായി ബന്ധപ്പെട്ട വിവാദവും അതിനെ തുടർന്ന് വ്യത്യസ്ത കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങളും ഇതേ പൊരുത്തമില്ലായ്മയുടെ തന്നെ ബാക്കിപത്രമായിരുന്നു. അതുകൂടി ഇപ്പോൾ ഇത്തരത്തിലൊരു പെട്ടെന്ന് തന്നെ ഈ ഒരു നേതൃമാറ്റത്തിലേക്ക് കടക്കാൻ ഒരു പ്രേരകമായിട്ടുണ്ടാവില്ലേ? പ്രധാനമായും അതുല്യ, ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഭിന്നത തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് ഒരു സൂചന അല്ലെങ്കിൽ വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റത്തിന് സൂചന തെളിയുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള വിവാദങ്ങളും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വിവാദങ്ങളിലെല്ലാം ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ഒരു മോശം ഒരു അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നവരെ ഈ ഹൈക്കമാൻഡിനെ ഒരു പ്രതിരോധത്തിലാക്കുന്നു. ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നേതൃമാറ്റത്തിന് സംസ്ഥാന കോൺഗ്രസിൽ ഒരു നേതൃമാറ്റത്തിന് സാധ്യത തെളിയുന്നത്. അതുതന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് തന്നെ മുന്നിട്ടിറങ്ങി ഈ വെള്ളിയാഴ്ച നടക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെല്ലാം മുൻ KPCC പ്രസിഡന്റുമാരെല്ലാവരും കൂടി ഇപ്പോൾ ഒരു യോഗത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. 40ഓളം പേരാണ് ഈ യോഗത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ഈ അഭിപ്രായ ഭിന്നതകൾ ഈ പ്രവർത്തകർക്കിടയിൽ ഒരു മോശം അഭിപ്രായം സൃഷ്ടിച്ചിരുന്നു. ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള ആ വിവാദ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു സൂചന നൽകിയ ആ വിവാദമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാൻ കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനകോലു ഈ ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചത്. ഇതിൻ്റെ ഉള്ളടക്കത്തിലാണ് നിലവിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അഭിപ്രായ ഭിന്നതകളും നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ലായ്മ എന്നുള്ള സൂചന ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യം വിലയിരുത്തി അല്ലെങ്കിൽ ഈ സാഹചര്യം മനസ്സിലാക്കിപ്പിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മറ്റൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ സാധ്യത തെളിയുകയാണെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്നാണെങ്കിൽ അടൂർ പ്രകാശിനെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ ബെന്നി ബെഹനാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ തെളിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു തിരിച്ചടി നേരിടാതിരിക്കാനുള്ള മുൻകരുതൽ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ചേർന്ന അവലോകന യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഈ ശശി തരൂരിന്റെ ഈ വിവാദ പരാമർശങ്ങളും ബ്രോഡ്കാസ്റ്റ് അടക്കമുള്ള വിവാദ വിഷയങ്ങളിലേക്ക് കടന്നതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യാം. പ്രധാനമായും ഇതിൽ നിലപാടെടുക്കേണ്ട ഹൈക്കമാൻഡാണെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നിലപാടെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തന്നെ നിർണായക തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനും സാധ്യതയാണ് ആ ഡൽഹി നടക്കുന്ന അവലോകന യോഗത്തിൽ തെളിഞ്ഞു കാണുന്നത്. ശരി രാജേഷ്, സംസ്ഥാന കോൺഗ്രസ് ഒരു വലിയ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ്. നേതൃനിരയിൽ ഉടൻ മാറ്റമുണ്ടാകും. സുധാകരനു പകരം KPCC അധ്യക്ഷനായി അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ അടക്കമുള്ളവർ എത്തും.
വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാജേഷ് ശ്രീനിവാസൻ.